നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ വർഷത്തെ ആദ്യത്തെ ഏകാദശി, അതും ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ സ്വർഗവാതിൽ ഏകാദശി, മോക്ഷ ഏകാദശിയായും വൈകുണ്ഠ ഏകാദശി എന്നെല്ലാം അറിയപ്പെടുന്നു. പിതൃക്കൾക്കായി സ്വർഗവാതിൽ തുറക്കുന്ന പുണ്യദിനമാണ് അന്ന്. നമ്മുടെ നിഷ്ഠാപൂർണമായ വ്രതം പാപശമനം വരുത്തുക മാത്രമല്ല, പിതൃക്കൾക്ക് പാപശാന്തി വരുത്തി മോക്ഷം നൽകുകയും ചെയ്യുന്നു. പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിന്റെ ഫലമായി ഓരോ വ്യക്തിയെയും ബാധിച്ചിരിക്കുന്ന പിതൃദോഷം, പിതൃശാപം എന്നിവ നീങ്ങി ഇതിലൂടെ നിത്യജീവിതത്തിൽ അളവറ്റ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. വൈകുണ്ഠ ഏകാദശി വ്രതമെടുക്കുന്നവർ മോക്ഷദായകനായ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തി മോക്ഷം നേടുകയാകണം പരമലക്ഷ്യം. ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ പോലും അകറ്റി ഒരുവനെ മോക്ഷത്തിലെത്തിക്കാൻ ഈ വ്രതത്തിന് കഴിയും. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപദുരിതങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഏകാദശി വ്രതം. വർഷത്തിലെ ഈ ഒരു സ്വർഗവാതിൽ ഏകാദശി വ്രതം നോക്കുന്നതിലൂടെ കൈ, കാല്, വായ്, ഗുഹ്യം, ഗുദം, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, മനസ്സ് തുടങ്ങിയ 11 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഈ ഒരു വൈകുണ്ഠ ഏകാദശിയിലൂടെ മാറിക്കിട്ടുന്നതാണ്. അന്ധകാരത്തിനും അജ്ഞതയ്ക്കും ജനന മരണങ്ങൾക്കും അതീതമായ പരമോന്നതമായ മണ്ഡലമാണ് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകനായ ശ്രീ മഹാവിഷ്ണുവിന്റെ വൈകുണ്ഠം. ഏകാദശി ദിവസം മഹാവിഷ്ണുവിനെ ദർശിക്കുവാനായിട്ട് 33 കോടി ദേവതകളും അന്ന് വൈകുണ്ഠത്തിൽ എത്തുന്നതാണ്. ഒരു ഏകാദശി ദിവസം ബ്രഹ്മാവ് വേദങ്ങൾ മറന്നുവെക്കുകയും മധുകൈടഭന്മാർ എന്ന അസുരന്മാർ വേദങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇത് വീണ്ടെടുക്കുവാനായിട്ട് മഹാവിഷ്ണു മത്സ്യ അവതാരം എടുത്ത് മധുകൈടഭന്മാരിൽ നിന്ന് വേദങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തു. അതേസമയം മധുകൈടഭന്മാരെ വീക്ഷിക്കുമ്പോൾ അവർക്ക് അതിയായ വിഷമമുണ്ടെന്നും തങ്ങൾക്ക് ജനന മരണമില്ലാത്ത മോക്ഷം നൽകണമെന്നും മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു. അതിന് പ്രകാരം മഹാവിഷ്ണു മധുകൈടഭന്മാരോട് പറഞ്ഞു, ഇന്നേ ദിവസം വടക്കേ ഗോപുര വാതില് വഴി വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുമതി നൽകി. അങ്ങനെ വൈകുണ്ഠ ഏകാദശി ദിവസമാണ് മധുകൈടഭന്മാർ വടക്കേ ഗോപുരവാതിലിലൂടെ അകത്തേക്ക് കയറി മോക്ഷം ലഭിച്ചതായി പറയപ്പെടുന്നത്. വളരെ പ്രത്യേകതയുള്ള ഈ വൈകുണ്ഠ ഏകാദശി എല്ലാ ഏകാദശികളും എടുക്കുന്നത് പോലെ തന്നെയാണ്. ദശമിയിൽ ഒരിക്കലൂണും ഏകാദശിയിൽ ഉപവാസവും ദ്വാദശിയിൽ പാരണ വീട്ടി അന്നേ ദിവസവും ഒരിക്കലൂണോടുകൂടി കഴിയേണ്ടതാണ്. ഇപ്രാവശ്യം ഏകാദശി വന്നിരിക്കുന്നത് ജനുവരി 10-ാം തീയതി വെള്ളിയാഴ്ച തന്നെയാണ്. എന്നാൽ ഏകാദശി തിഥി തുടങ്ങുന്നത് ദ്വാദശിയായ 9/1/2025 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:23 മുതൽ തുടങ്ങുന്നുണ്ട്. ജനുവരി 10-ാം തീയതി രാവിലെ 10:20 വരെ ഏകാദശി തിഥി വരുന്നത്. പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് ജനുവരി 11-ാം തീയതി ശനിയാഴ്ച രാവിലെ 6:49 മുതൽ 8:22 വരെയുള്ള സമയത്താണ്. ഹരിവരാസന സമയം ജനുവരി 10 രാവിലെ 3:50 മുതൽ ഉച്ചതിരിഞ്ഞ് 3:50 വരെയുള്ള സമയമാണ് ഹരിവരാസന സമയം എന്ന് പറയുന്നത്. മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി ഭൂമിയിൽ എത്തപ്പെടുന്നത് ഈ സമയത്ത് കഴിവതും അന്നപാനാദികൾ ഉപേക്ഷിച്ച് നാരായണനാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുക. ഏകാദശി വ്രതം നോൽക്കുന്നതെല്ലാം എല്ലാ ഏകാദശി എടുക്കുന്നത് പോലെ തന്നെയാണ് ഈ വൈകുണ്ഠ ഏകാദശിയും എടുക്കേണ്ടത്. ദശമിയായ അന്ന് ഒരിക്കലൂണും ഏകാദശി ദിവസം മുഴുവനായിട്ട് ഉപവാസം എടുക്കാൻ പറ്റുന്നവർ ജലപാനം പോലും ഇല്ലാതെ എടുക്കാൻ ആരോഗ്യസ്ഥിതിയുള്ളവർ എടുക്കാം. അല്ലാത്തവർ ഫലങ്ങൾ ഭക്ഷിച്ച്, അതായത് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കരിക്കോ ഒക്കെ കഴിച്ച് അന്നേ ദിവസം വ്രതമെടുക്കാവുന്നതാണ്. ഏകാദശി ദിവസം ധാന്യങ്ങൾ ഒഴിവാക്കണം എന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമിക്കോവിലും മറ്റും ഏകാദശി വ്രതക്കാർക്ക് ഗോതമ്പ് കഞ്ഞി കൊടുക്കലുണ്ട്. ആരോഗ്യസ്ഥിതി ഉള്ളതുപോലെ നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. കഴിവതും അന്നേ ദിവസം ഭഗവത് ചിന്തയിലും ഭഗവത് നാമത്താലും കഴിയേണ്ടതാണ്. അതുപോലെ 11-ാം തീയതി പാരണ വീടേണ്ട സമയത്ത് 8:21 മുന്നേ ആയിട്ട് പാരണ വീടേണ്ടതാണ്. പാരണ വീടേണ്ട സമയത്ത് ചൊല്ലേണ്ട മന്ത്രം ഞാൻ ചൊല്ലുകയും ഇതിനൊപ്പം എഴുതി കാണിക്കുകയും ചെയ്യുന്നതാണ്. ഭോക്ഷി ഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത. പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാരണ വീടുന്നു, അങ്ങെനിക്ക് ശരണമായി ഭവിക്കേണേ അച്യുത എന്നാണ് ഇതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഏകാദശി ദിവസം തുളസി രാവിലെ കുളിയെല്ലാം കഴിഞ്ഞതിനു ശേഷം തുളസിക്ക് വെള്ളമൊഴിക്കുകയും സന്ധ്യയ്ക്ക് തുളസിയുടെ ചുവട്ടിൽ ഒരു ദീപം കത്തിച്ചു വെക്കുകയും വേണം. ഒരു തുളസി ചെടിയെങ്കിലും ഇല്ലാത്ത വീടുകൾ വളരെ അപൂർവമാണ്. തുളസിയെ ലക്ഷ്മി ദേവിയായിട്ടാണ് കണക്കാക്കി പോരുന്നത്. അങ്ങനെയുള്ള തുളസി ദേവിയെ ദിവസവും പൂജിച്ചു വന്നാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടൊപ്പം മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും എന്നും നിങ്ങൾക്കുണ്ടാവുന്നതാണ്.
തുളസിച്ചെടിക്ക് എന്നും വെള്ളമൊഴിക്കുമ്പോൾ ഒരു മന്ത്രം ചൊല്ലി വെള്ളമൊഴിക്കേണ്ടതാണ്. പ്രസീത തുളസീ ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദമദനോദ്ഭുതേ തുളസീ ത്വാം നമാമ്യഹം എന്ന് ചൊല്ലിക്കൊണ്ട് ഒരു 3 വട്ടം തുളസിയെ പ്രദക്ഷിണം ചെയ്യേണ്ടതാണ്. ഏകാദശി ദിവസം കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജയും വഴിപാടുകളും ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വടക്കുവശത്തെ വാതിൽ കൂടി കയറ്റി ഇറങ്ങുന്നത് മറുവാതിലിൽ കൂടിയാണ്. ഭഗവാനെ ദർശനം ചെയ്തതിനു ശേഷം അന്നേ ദിവസം പുറത്തേക്ക് കടത്തിവിടുന്നത്. അന്നേ ദിവസം ഭഗവാനെ നമ്മൾ ദർശിക്കുമ്പോൾ പ്രത്യേക രീതിയിലുള്ള അലങ്കാരങ്ങളോടുകൂടിയാണ് ഭഗവാനെ ദർശിക്കാൻ കഴിയുക. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് സ്നാനാദി കർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം ഒരു 7 തുളസിയില ഭഗവാന്റെ മുന്നിൽ വെക്കേണ്ടതാണ്. പൂർണ്ണ ഉപവാസമായിട്ട് എടുക്കുന്നവരല്ലാത്തവർ ഈ തുളസിയില ഇട്ട വെള്ളം നിങ്ങൾക്ക് കുടിച്ചുകൊണ്ട് ഇരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാന് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നൈവേദ്യങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. ഏകാദശി ദിവസം എത്ര തന്നെ തവണ നാരായണ നാമം അത്ര തന്നെ തവണ ചൊല്ലാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമമോ ഓം നമോ നാരായണായ എന്ന നാമവും നിങ്ങൾക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമവും ചൊല്ലാൻ അറിയുന്നവർ ഭഗവത്ഗീതയും നാരായണിയും ഒക്കെ വായിക്കാവുന്നതാണ്. നാളെ പുലവാലായ്മയോ മറ്റശുദ്ധിയോ ഉള്ളവർ പോലും ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ്. മുഴുവനായി ഭഗവത് ചിന്തയിലും ഇരുന്നു കൊണ്ട് ഈ ഏകാദശി വ്രതം എല്ലാവർക്കും അനുഷ്ഠിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭൂലോക വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്